നമസ്കാരം. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, വിജയം. വിക്ടറി ഹാസ് വിജയത്തിന് വിക്ടറി ഹാസ് മെനി ഫാദേഴ്സ്. അതേ സമയത്ത് ഫെയിലിയർ എല്ലാ സമയത്തും ഇറ്റ് വിൽ ബി എൻ ഓർഫൻ. വിജയത്തിന് അനേകം തന്തമാരുണ്ടാകും, പരാജയം എന്നും അനാഥനാണ്. ഞാനത് പറയാൻ കാരണം, വെറുമൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു മൊബൈലിൽ യൂട്യൂബോ ഫേസ്ബുക്കിലോ സ്റ്റേറ്റ്മെൻറ്റ്, അതാണ് ഈ കോക്രോച്ച് പാർട്ടിയുടെ തുടക്കം. അതിപ്പോൾ ഇവിടം വരെ എത്തി. ഇന്ത്യയിൽ മുഴുവൻ അറിയപ്പെടുന്നു പാറ്റ പാർട്ടി, കോക്രോച്ച് പാർട്ടി. അതിൻ്റെ പേര് തന്നെ ആദ്യം കേട്ടപ്പോൾ ഇതെന്തൊരു പേരാണത് എന്നൊക്കെ തോന്നി കളിയാക്കിയ ആളുകളുടെയൊക്കെ വാക്കടങ്ങി. അതൊരു കോളിളക്കം സൃഷ്ടിച്ചു. ഞാൻ ആ രാഷ്ട്രീയം പറയാനല്ല വന്നിട്ടുള്ളത്, അതെന്തോ ആകട്ടെ, അത് അവരുടെ കാര്യം. ഇപ്പോൾ ഇവിടെ ഒരു സമരം, വലിയ രൂപത്തിൽ സമരം, ഒരുപാട് ആളുകളുടെ പാർട്ടിസിപ്പേഷൻ, പ്രത്യേകിച്ചും ജൻസി, പുതിയ തലമുറ. അത്രയായ സമയത്ത് അതിനകത്ത് അത് ചാഞ്ഞു കിടക്കുന്നൊരു മരമാണെന്ന് കരുതി അതിനകത്ത് ഓടിക്കയറാൻ വേണ്ടി കോൺഗ്രസ്സുകാർ ഒരുങ്ങി വന്നു. സുവർണാവസരം തേടുന്ന ആളുകൾ. ഇത് നമ്മൾ ഈ സുവർണാവസരം എന്നുള്ള വാക്ക് പറയാൻ കാരണം, നമ്മുടെ കേരളത്തിൽ ഒരു സുവർണാവസരം തേടുന്നൊരു പരിപാടി ഉണ്ടായല്ലോ. സംഘപരിവാറിൻ്റെ ആൾക്കാർ മുഴുവൻ, രാജഗോപാൽ, RSൻ്റെ വലിയ ആളായിട്ടുള്ള ഹരിയേട്ടനൊക്കെ എല്ലാവരും യുവതീ പ്രവേശനം നടന്നാൽ എന്താ, നാഗപ്പൂരിൽ നിന്നുള്ള ഹെഡ് ഓഫീസിൽ നിന്നും പറഞ്ഞു യുവതീ പ്രവേശനം വേണം എല്ലായിടത്തും. പക്ഷേ അതിൻ്റെ ഇടയിൽ വലിയ രൂപത്തിലുള്ള നാമജപ ഘോഷയാത്രയ്ക്കും നടന്നു, ആളുകൾ കൂടുന്നു. എന്തിനെതിരെ? യുവതീ പ്രവേശനത്തിനെതിരെ. ഉടനെ തന്നെ സംഘപരിവാരം അങ്ങോട്ട് ചാടി. അത് നമ്മൾ കണ്ടതാണത്. അതാണ് രാഷ്ട്രീയം. അത് ചാടാനുള്ള കാരണങ്ങളിൽ ഒന്ന്, പിന്നീട് ഗവർണറായി പോയ ശ്രീധരൻപിള്ള പറഞ്ഞു അത്ര ഇതൊരു സുവർണാവസരമാണെന്ന്. അങ്ങനെയാണ് ചാട്ടമുണ്ടായത്. അത് ഓർത്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുവർണാവസരം. ഏതായാലും ഇപ്പോൾ ജന്തർ മന്ദറിൽ കണ്ടത് ആ ഒരു സുവർണാവസരം, അതായത് ആ സുവർണാവസരം തേടുന്ന കോൺഗ്രസ്സുകാരൻ്റെ പ്രവർത്തനമാണ് അവിടെ കണ്ടത്. കോക്രോച്ചുകൾ ഒരുക്കിയിട്ട് പൂമെത്തയിൽ കോൺഗ്രസ് ചാടിക്കയറുകയാണ് ഉണ്ടായത്. ഈ ചോദ്യപേപ്പർ ചോർച്ചയുടെ കാര്യത്തിലോ അതല്ലെങ്കിൽ അതിൻ്റെ പേരിൽ 30-50 കുട്ടികൾ മരിച്ചിട്ടുണ്ട്, ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കാര്യത്തിലോ ഒന്നും വലിയ സമര പ്രക്ഷോഭത്തിന് കോൺഗ്രസ് സാധ്യത കണ്ടെത്തിയിരുന്നില്ല. അവിടെയും ഇവിടെയും ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്ന് പറയുന്ന പാർലമെൻറ്റിലേക്ക് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. എന്നാൽ ആ പ്രശ്നത്തിൽ പാർട്ടികൾ ഉയർത്തിയ പ്രതിഷേധം, അവരുടെ പ്രക്ഷോഭങ്ങൾ, അതുപോലെ സമരങ്ങൾ, ഇത് ഇന്ത്യ ഒന്നാകെ പടർന്നു. അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരും അതിനെതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഏതായാലും ഇന്ത്യയിൽ ആ സംഭവം ഒരു കോളിളക്കം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അതിനെതിരിടാൻ പറ്റില്ല. ഇപ്പോൾ ഇത് ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമമായിരിക്കുകയാണ് കോൺഗ്രസ്. ഏതോ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥയുണ്ട്, ആ കഥാപാത്രത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഏകദേശം രൂപ ഇതാണ്: വഴി കൂടെ നല്ലൊരാൾ മുന്നേറാനുള്ള തന്തയാണെന്ന് പറയും. അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരാൾ, നാട്ടിൽ ഏത് പെണ്ണിന് ഗർഭമുണ്ടായാലും അത് എൻ്റെ ഗർഭമാണ് എന്ന് പറയുന്ന ഒരാൾ എന്ന് പറയുന്ന പോലെ, എവിടെയെങ്കിലും ഒരു ക്രിയേഷൻ, ഒരു സർഗാത്മകത ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഞാൻ അതുവരെ മൗനം ഭജിക്കും. പരാജയമാണെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല കേട്ടോ. വീട്ടിൽ പെൺകുട്ടി കല്യാണാലോചന വന്നു. ആലോചന സമയത്ത് അമ്മ പറഞ്ഞു, ആ ചെക്കൻ നല്ല ചെക്കനാ, എൻ്റെ മോൾക്ക് പറ്റിയ ചെക്കനാ, നമുക്ക് ഈ കല്യാണം ഉറപ്പിക്കാം, എന്താ എന്ന് ഭർത്താവിനോട് ചോദിക്കും. ഭർത്താവ് അവിടെ ഇവിടെയും തൊടിക്കാതെ വർത്താനം പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് ചെക്കൻ പെണ്ണുമായിട്ട് വഴക്കുണ്ടാക്കണോ, അവൻ മദ്യപാനിയാണ്, അല്ലെങ്കിൽ അവൻ പൈസയ്ക്ക് വേണ്ടി കല്യാണം കഴിച്ച് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ എന്നായി. അതിന് ഈ ചെക്കൻ അവിടെ വന്ന്
എല്ലാവരാലും ഇങ്ങനൊരു കുട്ടിയെ നമ്മുടെ തറവാട്ടിൽ കയറി വന്നല്ലോ, നമ്മുടെ മോൾക്ക് ഇങ്ങനൊരു വരനെ കിട്ടിയില്ല, എത്ര നല്ല മനുഷ്യരെന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ ആ ഞാനെന്ന് പറഞ്ഞതാന്ന് പറയും. അപ്പോൾ അവിടെ ഇവിടെ തൊടിക്കാതെ വർത്താനം പറയും. കാര്യം കാണാൻ വേണ്ടിയിട്ട് എവിടെയാണ് ബലം അവിടെ ചാടിക്കയറും. വേറെ കുറേ ആൾക്കാരുണ്ട്, ബലമുള്ളിടത്തുനിന്ന് അവർ പിരിഞ്ഞു പോരും, ബലമില്ലാത്തവിടത്തേക്ക് ചാടിക്കയറും. അതിൻ്റെ പേരിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങും. അവരെയാണ് നമ്മൾ ഇരാവാൻ കൾട്ട് എന്ന് പറയുക. വീണ് കിടക്കുന്നവരൊപ്പം അവർ കൂടുള്ളൂ. അങ്ങനെ അവരേക്കും വിഡ്ഢികളാകും. ആ ഇരാവാൻ്റെ വേറൊരു രൂപമാണ് ഞാൻ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. അതെന്തോ ആകട്ടെ. അപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെ എല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ സമരരംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഈ രണ്ട് സമരമുഖങ്ങൾ CJPയുടെ അഥവാ കോക്രോച്ചിൻ്റെ സമരമുഖങ്ങൾ, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സമരമുഖങ്ങൾ തമ്മിലൊരു ഏകാത്മകത ഇവർ വിചാരിച്ച പോലെ ഉണ്ടായിട്ടില്ല. കോൺഗ്രസിൻ്റെ കള്ളക്കളി മനസ്സിലാക്കിയത് കൊണ്ടാണോ എന്തോ അറിയില്ല, പാറ്റകൾ കോക്രോച്ച് പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നേറ്റത്തിനൊപ്പം കൂട്ടുപിടിക്കാൻ നിന്നിട്ടില്ല. ഇപ്പോൾ പ്രശ്നം അവിടെയല്ല. സമരത്തിനിറങ്ങി തിരിച്ചു, കോൺഗ്രസ് സമരത്തിനിറങ്ങി തിരിച്ചു, പാർട്ടികളും സമരത്തിനിറങ്ങി തിരിച്ചു. അവർ പറഞ്ഞു ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി, അതിനപ്പുറമുള്ള കാര്യങ്ങളേ ഉള്ളൂ. അത് രാജിവെക്കുന്നതിന് മുമ്പ് ഒരു ചർച്ചയിലോ ഒന്നുമില്ല. വലിയ സമരം, അടി, തല്ല്, പെല്ലറ്റ്, തോക്ക് ഉപയോഗിച്ചു. കുറേ ആൾക്കാർ ആശുപത്രിയിലായി, ഒരു കുട്ടി സീരിയസ് ആയിട്ട് ഒക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ അന്ന് പറഞ്ഞത് എന്ത് തന്നെയാണെങ്കിലും ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി, മന്ത്രിയുടെ രാജി കഴിഞ്ഞ ശേഷം ബാക്കി ചർച്ച എന്നാണ് CJP പറഞ്ഞിരുന്നത്, കോക്രോച്ച് പാർട്ടി പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ സാവധാനം കരുതലോടെയാണെങ്കിലും BJP, ഭാരതീയ ജനതാ പാർട്ടിയും കോക്രോച്ച് പാർട്ടിയും ഒത്തുതീർപ്പിൻ്റെ മേഖലയിലേക്ക് കടന്നതായിട്ട് വേണം കരുതാൻ. ചർച്ചയുടെ മേഖലയിലേക്ക് കടന്നതായിട്ട് വേണം കരുതാൻ. ചർച്ചകൾ നടക്കുന്നുണ്ട്, പലതിനും സമവായവും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പ്രധാനപ്പെട്ട കാര്യം ധർമ്മേന്ദ്ര പ്രധാൻ്റെ അത് ഇനി തീരുമാനിക്കാൻ പോകുന്നേ ഉള്ളൂ. ബാക്കി എല്ലാത്തിനും സമവായം കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സോനം വാങ്ചുക്ക് അദ്ദേഹം നിരാഹാര സമരം നടത്തി. അത് ഒരു മാസം അടുത്ത് 29 ദിവസം മറ്റോ നിരാഹാരം നടത്തി. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നെല്ലാ പേശികളൊക്കെ തളർന്ന് 19 കിലോ മറ്റോ കുറഞ്ഞു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ സത്യസന്ധമായിട്ടുള്ള നിരാഹാരമായിരുന്നിരിക്കണമല്ലോ. ആ നിരാഹാരം അവസാനിപ്പിക്കുന്നു. കാര്യങ്ങൾ പ്രശ്നപരിഹാരത്തിൻ്റെ ഭൂമികയെ പ്രാപിച്ചിരിക്കുകയാണെന്ന് സാരം. കോക്രോച്ച് പാർട്ടിക്ക് ആശ്വാസമുണ്ട്, BJPക്ക് ആശ്വാസമുണ്ട്. എന്നാൽ കോൺഗ്രസും രാഹുലും ഞെരിപിരി കൊള്ളുകയാണെന്നർത്ഥം. അവർ ജന്തർ മന്ദറിൽ സമരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ, ഇനി ആ ഒരു പ്രശ്നം കൂടി ഉണ്ടായിട്ടുണ്ട്. ജന്തർ മന്ദറിൽ സമരത്തിന് പങ്കെടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കെതിരെ ഡൽഹി സർവകലാശാല കർശന നടപടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കോളേജ് സസ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്യും, അങ്ങനെ കർശന നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത്രയൊക്കെ ആയപ്പോഴേക്കും സമരത്തിൽ ചെന്ന് കയറി തല വെച്ച് കൊടുത്തത് അബദ്ധമായി പോയി എന്ന ബോധം, ആ ബോധം അദ്ദേഹത്തിന് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രവർത്തികൾക്കൂടെ അത് തോന്നുന്നത് രാഹുൽ ഗാന്ധിക്ക് കൈവന്നിട്ടുണ്ട് ആ ബോധം എന്ന് വേണം കരുതാൻ. ഇപ്പം അദ്ദേഹം ഹാലിളകി നടക്കുകയാണ്. ചർച്ച സമ്മതിക്കില്ല. അതിന് കോൺഗ്രസ്സുകാരാ ചർച്ചയ്ക്ക് വിളിച്ചത്? കോൺഗ്രസിൻ്റെ സമരത്തെ ആരാ കാര്യമായിട്ട് എടുത്തിട്ടുള്ളത്? ചർച്ച നടക്കുന്നത്, കേന്ദ്ര ഗവൺമെൻറ് ചർച്ച നടത്തുന്നത് CJP ആയിട്ടാണ്, കോക്രോച്ച് പാർട്ടി ആയിട്ടാണ്. അവർ ഞങ്ങൾക്ക് ചർച്ച വേണ്ട പറഞ്ഞാൽ അർത്ഥമുണ്ട്. കാരണം അവരാണ് സമരം നടത്തുന്നത്. കോൺഗ്രസ് അതിൻ്റെ വാൽമ പിടിച്ച് ജയ് സിന്ദാബാദ് അവരുടെ ഒപ്പം ഞങ്ങളുണ്ട് കൂട്ടത്തിൽ പറഞ്ഞ പോലെ. ഏതോ വൈക്കം ബഷീറിൻ്റെ ഇതിൽ പറഞ്ഞ പോലെ എവിടെയുണ്ടായി ഗർഭത്തിൽ ഉത്തരവാദി ഞാനതിൽ കോൺഗ്രസ്സുകാർ നടക്കുകയാണ് ചെയ്യുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആദ്യം, ദെൻ ചർച്ച എന്ന നിലപാടിൽ നിന്ന് CJP ഒന്നടഞ്ഞിട്ടുണ്ട്, കോക്രോച്ച് പാർട്ടി ഒന്നടഞ്ഞിട്ടുണ്ട്. അവർ കടുംപിടുത്തമായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയില്ലാതെ ചർച്ചയില്ല, ഒന്നുമില്ല എന്ന് കടുംപിടുത്തമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒന്നടഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇന്നലെ എന്നോണം സമരത്തിന് വന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ്, കോൺഗ്രസ് പറയുകയാണ്,
രാജിയില്ലാതെ ഒരു ചർച്ചയ്ക്കും ഞങ്ങൾ ഇല്ലയെന്നും. ഇനി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ, ചോദിച്ചു വാങ്ങിച്ചില്ലെങ്കിൽ ഞങ്ങൾ നരേന്ദ്രമോദിയുടെ രാജി ചോദിച്ചു വാങ്ങിക്കുന്നു. എന്തൊക്കെയാണ് പറയണമെന്ന് മനസ്സിലാവുന്നില്ല. രാഹുൽ ഗാന്ധി ഇപ്പോൾ പറയണത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും രാജിയില്ലാതെ ചർച്ചയില്ല എന്ന നിലപാടിലാണ് രാഹുലും കോൺഗ്രസും. ഇവിടെ എന്ത് നടക്കുന്നു എന്ന കാര്യം നിങ്ങളെന്തിനാ ചിന്തിക്കുന്ന നിലപാടാണ് ഇപ്പോൾ BJPക്ക്. കോക്രോച്ച് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. കോൺഗ്രസ് സമരം നടത്തുകയോ ഗാന്ധി കൊല്ലപ്പെട്ട സ്ഥലത്ത് സമരം നടത്തുകയോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും സമരം നടത്തുകയോ എന്തായാലും അത് CJPക്ക് ബാധകമല്ല. ഏതായാലും കൈവന്ന സുവർണാവസരം, ആ സുവർണാവസരം കൈവിട്ട് പോയതിൽ വളരെ വേവലാതിയിലാണ് രാഹുലും കൂട്ടരും. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞത്. അവർ ചെയ്തത് തെറ്റാണ്. വിജയത്തിൻ്റെ പുറകിൽ കൂടുകയാണ് ചെയ്തത്. ചാഞ്ഞു കിടക്കുന്ന മരത്തും ഓടിക്കയറിയിട്ട് എന്ന് പറയും. അതല്ല വേണ്ടത്. തെങ്ങുമ കയറണം. തെങ്ങുമറിന് തളപ്പിട്ട് കയറണം. അതിന് പരിശീലനം വേണം. ചാഞ്ഞു കിടക്കുന്ന മരത്തുകാർ ആർക്കും അതിന് പരിശീലനം ആവശ്യമില്ലല്ലോ. ഇതുപോലെ ചാഞ്ഞു കിടക്കുന്നൊരു മരത്ത് അവിടെ ഒരു സമരം നടക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് കൂടുക, ഞെയ് എന്ന് വിളിക്കുക. അപ്പോൾ ഞങ്ങളും കൂടിയും ആ സമരത്തിൻ്റെ ഭാഗമായി വരുത്താമല്ലോ. അങ്ങനെയാണ് ഇവർ. അതാണ് ഞാൻ പറഞ്ഞത്, വിജയത്തിന് പിതാക്കന്മാർ അനവധിയാണ്, എന്നാൽ പരാജയം എപ്പോഴും അനാഥമാകുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. വെറും ഒരു മൊബൈൽ സ്റ്റേറ്റ്മെൻറ്റിൽ തുടങ്ങി അന്നെല്ലാവരും കളിയാക്കി. കോക്രോച്ച് പാർട്ടി പറഞ്ഞപ്പോൾ ഒന്നുകൂടി കളിയാക്കി. നല്ല നല്ല പേര്, ഇന്ത്യൻ, അതുപോലെ തന്നെ ഭാരത്, അതല്ലെങ്കിൽ ഇൻ്റർനാഷണൽ, അല്ലെങ്കിൽ നാഷണൽ എന്നൊക്കെ വെച്ചിട്ടാണല്ലോ പാർട്ടിക്ക് പേരിടുക. അത് പാറ്റ പാർട്ടി. അപ്പോഴേ പറഞ്ഞ ആ പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. പങ്കജാക്ഷിയമ്മ ബിസ്ക്കറ്റ് കമ്പനി എന്ന് പറഞ്ഞ ഏതൊരു സിനിമയിൽ മോഹൻലാൽ പറയുന്നുണ്ട്, പങ്കജാക്ഷിയമ്മ ബിസ്ക്കറ്റ് കമ്പനി. അപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് അവരൊന്നും ഓരോ പേരുണ്ടല്ലോ. അപ്പോൾ പാറ്റ പാർട്ടി പറഞ്ഞപ്പോൾ അന്നേ കളിയാക്കിയതാണ്. പക്ഷേ കോളിളക്കം സൃഷ്ടിച്ചപ്പോൾ, അത് വിജയിക്കുന്നു എന്ന് കണ്ടപ്പോൾ സെലിബ്രിറ്റികളടക്കം സകലാകെ സിനിമാ നടികൾ, സിനിമാ നടന്മാർ എല്ലാവരും CJP കോക്രോച്ച് പാർട്ടിയുടെ വിജയത്തിൻ്റെ പിതൃത്വം ഏറ്റെടുത്ത് ഞെയ് സിന്ദാബാദ് എന്ന് വിളിക്കുന്നതുകൂടി. വിജയത്തിന് അങ്ങനെയാണ് ഒരുപാട് തന്തമാരുണ്ടാകും. എന്തായാലും ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാര്യമാണ് കഷ്ടം. രാഹുൽ ഗാന്ധിയെ ഓരത്തിലേക്ക് തള്ളി മാറ്റിയിരിക്കുകയാണ്. ചർച്ച നടക്കുന്ന BJPയും CJPയും തമ്മിലാണ്. ഭാരതീയ ജനതാ പാർട്ടിയും കോക്രോച്ച് പാർട്ടിയും തമ്മിലാണ്. അവരൊരു സമവായത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും കോൺഗ്രസിൻ്റെ സ്ഥിതി എന്ന് പറയാനേ വയ്യ. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന ശത്രു, പ്രഥമ ശത്രു, അല്ലെങ്കിൽ അപ്രധാന ശത്രു ഒക്കെയും കോൺഗ്രസ് ആണല്ലോ. ആയതുകൂടി മനസ്സിൽ വെച്ചിട്ട് അതിനനുരൂപമായിട്ട് അവർക്കൊരടി കൊടുക്കാൻ, കോൺഗ്രസിനൊരു അടി കൊടുക്കാൻ ഇതൊരു സുവർണാവസരമാക്കിയിട്ട് അവിടുത്തെ സമവായത്തിൽ, അവിടെയുള്ള ചർച്ചകളിൽ എന്തെങ്കിലും ഒരു സമവായം ഉണ്ടാകാനുള്ള സാധ്യത, ചെറിയൊരു സാധ്യത ഇപ്പോൾ ഞാൻ കാണുന്നുണ്ട്. അത് BJPയുടെ ഒരു തന്ത്രമായിരിക്കും എന്നർത്ഥം. എന്തായാലും രാഹുൽ ഗാന്ധി വീണ്ടും പരാജയം ഏറ്റുവാങ്ങാൻ അതല്ലേ MT വാസുദേവൻ എഴുതിയിട്ടുണ്ടല്ലോ, തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിൻ്റെ ജന്മം ഇനിയും ബാക്കി എന്ന് പറഞ്ഞ പോലെയാണ് രാഹുലിൻ്റെ അവസ്ഥ. നമസ്കാരം.